ജയിക്കനെ പോലെ അറിഞ്ഞിരിക്കണം. ആരോഗ്യമന്ത്രി അറിഞ്ഞിട്ടും സമ്മതിക്കാത്ത കാര്യമാണ്. ഇപ്പൊ പറയുമ്പോൾ എല്ലാം ഒരു ഗവൺമെന്റ് ശരിയാക്കി എന്ന് പറഞ്ഞത് ശരിയല്ല. ഇവിടെ അബദ്ധം പറ്റി, മന്ത്രിക്ക് അബദ്ധം പറ്റി. മന്ത്രിയും പറയാണ് പ്രൈവറ്റ് ആശുപത്രിയിലെ മരണത്തെ പറ്റി പറയാത്തതെന്ന്. മന്ത്രി അറിയേണ്ടത് ഗവൺമെന്റ് മന്ത്രിയല്ല, ഈ കേരളത്തിലെ ആയുർവേദമായാലും ഹോമിയോ ആയാലും പ്രൈവറ്റ് ആയാലും ഗവൺമെന്റ് ആയാലും എല്ലാത്തിൻ്റെയും മന്ത്രിയാണ് അവർ. ഹെൽത്ത് സിസ്റ്റം പഠിപ്പിക്കുന്ന പ്രൊഫസറാണ് ഞാൻ. ഹെൽത്ത് സിസ്റ്റം എന്ന് പറയുന്നത് പ്രൈവറ്റ് ആശുപത്രിയിലെ നാട്ടുവൈദ്യന് കുഴപ്പമുണ്ടായാലും എൻ്റെ ഉത്തരവാദി ആരോഗ്യമന്ത്രിയാണ്. നിങ്ങൾക്ക് പണ്ടില്ലാത്ത ഹെൽത്ത് പോളിസി, ഗവൺമെൻറ് പഴയ ഹെൽത്ത് പോളിസി ഇവിടെ കിടപ്പുണ്ട്, അതെടുത്ത് വായിക്കണം. ഈ ഗവൺമെൻറ് പാസ്സാക്കിയ പൊതുജനാരോഗ്യ ആക്ട് വായിക്കണം. കേരളത്തിലെ എല്ലാ ആരോഗ്യ ചലനങ്ങളുടെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിയാണ്. പ്രൈവറ്റ് ആശുപത്രി ആംബുലൻസുകാർ പൈസ വാങ്ങിക്കുന്നതിൻ്റെ ഉത്തരവാദി ഗവൺമെൻറ് ആരോഗ്യമന്ത്രിയാണ്. പ്രൈവറ്റ് ആശുപത്രി മരണം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഗവൺമെന്റ്. മറ്റാരും പറഞ്ഞില്ലല്ലോ. ഇത് ഞാൻ ഇത്രയും ദിവസമായിട്ട് പറഞ്ഞു, ആരോഗ്യമന്ത്രി ആയിരിക്കും അവർ ഗവൺമെന്റ് മാത്രം മന്ത്രിയാ. അങ്ങനെയാണെങ്കിൽ അവർ 30% ദൂരെയുള്ള ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. 30% മന്ത്രിയായി പോകും ആരോഗ്യമന്ത്രി. ഗവൺമെന്റ് 30% സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ളൂ, 70% പ്രൈവറ്റിലാണ്. ഈ മന്ത്രിയും പ്രൈവറ്റിലാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റിലുണ്ടാകുന്ന കുഴപ്പത്തിന്റെ ഉത്തരവാദി ഗവൺമെന്റാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.